ഒരു ഹായ് ഹായ് ഫോണ് ഞാൻ എടുത്തില്ല. ഇതൊരു പരീക്ഷണ വീഡിയോ ആണ്. പരീക്ഷണ വീഡിയോ ആണെങ്കിൽ കണ്ടന്റ് കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഈ FX3 നമ്മൾ കുറച്ചുകൂടി സിനിമ ലൈനിലേക്ക്, അതായത് ഈ സിനിമ ലൈൻ ഇവിടെ എഴുതി വെച്ചേക്കുന്ന കുറച്ചുകൂടി നീതി പുലർത്താൻ പോവുകയാണ്. വിപിന് ഒരു ND ഫിൽറ്റർ വാങ്ങിച്ചെടുത്തത് നിസീദ് ND ഫിൽറ്ററാണ് കേട്ടോ. 82mm ഫിൽറ്റർ ത്രെഡിന് വേണ്ടിയിട്ട് നമ്മൾ അപ്സൈഡ് ചെയ്തിട്ടുണ്ട്, സോറി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലെൻസുള്ള സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റിങ് യൂസ് ചെയ്തിട്ട് 82mm നിസീദ 5 സ്റ്റോപ്പ് വരുന്ന ND ഫിൽറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ND ഇടുമ്പോൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ അടുത്ത് പല വീഡിയോഗ്രാഫേഴ്സും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ND ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് കട്ടാവും. പക്ഷെ അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ബ്ലണ്ടർ ആയിട്ടുള്ളൊരു, അതായത് ബ്ലൈൻഡ് ബിലീഫാണ്. ശരിക്കും പറഞ്ഞാൽ ND ഇടുന്നു എന്ന് കരുതി നമുക്ക്, അതായത് നമ്മുടെ കണ്ണിലേക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ ഹൈലൈറ്റ് മാത്രമല്ല കട്ടാവുന്നത്, മൊത്തത്തിലൊരു ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലാതെ വെട്ടം ഹൈലൈറ്റ് മാത്രം കട്ടായി പോവുകയാണെന്ന് അല്ല, മൊത്തത്തിൽ ഒരു കൂളിംഗ് ഗ്ലാസ് നമ്മളെ ക്യാമറയ്ക്ക് ഒരു ഷെയ്ഡ്സ് വെക്കുന്ന ഫീലാണ് ND ഇടുമ്പോൾ കിട്ടുന്നത്. അതിൽ സ്റ്റോപ്പാണ് 125 എന്ന് പറയുന്നത് ഈ NDക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വിവിൻ ND വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ND മാത്രം വാങ്ങിച്ചാൽ സിനിമ ആവോ? ഇല്ല, അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് അകത്ത് വന്നിട്ട് ഈ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന സംഭവം, ഇവിടെ നമുക്ക് ഷട്ടർ സ്പീഡ് ആയിരിക്കും ഉണ്ടാവുക. ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന സംഭവം അത് ഷട്ടർ ആംഗിളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കാരണം സിനിമ ക്യാമറകളെല്ലാം ഷട്ടർ ആംഗിളാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്കലി ഷട്ടർ ആംഗിളാണ്, ഫിസിക്കൽ ഷട്ടർ ആംഗിൾ അല്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കലി ഷട്ടർ ആംഗിളിലേക്ക് ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റുന്നത് ഇവിടെയാണ് ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ 1 2 3 4th ഇതിൽ വന്ന് എക്സ്പോഷറിൽ വന്ന് ഷട്ടർ മോഡിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഷട്ടർ ആംഗിൾ ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 മോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഷട്ടർ ആംഗിളിലേക്ക് മാറ്റി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ശരിക്കും ഷട്ടർ ആംഗിൾ 180 ഡിഗ്രിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ചില ആൾക്കാർ 172 സംതിങ് ഡിഗ്രിയും, അത് എനിക്ക് 8 ആണെന്ന് തോന്നുന്നു, അതും ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നൈസാണ്. അപ്പോൾ അത് എന്തിനാണ്? നമുക്ക് നാച്ചുറൽ മോഷൻ ബ്ലർ കിട്ടാൻ വേണ്ടിയാണ്. ഇതാണ് മോഷൻ ബ്ലർ കേട്ടോ. നമുക്ക് FX3 ആയതുകൊണ്ട്, അല്ലെങ്കിൽ സോണി ക്യാമറാസിൽ നമുക്ക് 2 ബേസ് ISO ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ക്യാമറയാണോ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ ബേസ് ISO ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ബേസ് ISOയ്ക്ക് ഞാൻ ഇവിടെ ഒരു സ്വിച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫോൾട്ട്ലി FX3 ഇത് ഇവിടെ ബേസ് ISO സ്വിച്ച് ആണ്. അപ്പോൾ ഞാൻ പ്രത്യേക ISO ഇതാക്കേണ്ടതാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്വിച്ച് മാറുമ്പോൾ തന്നെ 12,000, അതായത് 800 ബേസ് ISOയിലും 12,800 ബേസ് ISOയിലും പോകും. ഈ 2 ISOയിൽ മാത്രമായിരിക്കും നോയ്സ് ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡൈനാമിക് റേഞ്ചിൽ നമുക്ക് ഈ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ISO റേഞ്ചിൽ. അതായത് 100-നെക്കാട്ടി ക്ലിയർ ആണ് 800-ലെ വീഡിയോ. അത് കത്തുന്നുണ്ടോ? ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ഞാൻ എന്താണ് അവനോട് ചോദിച്ചെന്ന് വെച്ചാൽ, അവൻ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഷട്ടർ സ്പീഡായിരുന്നു. അപ്പോൾ ഷട്ടർ സ്പീഡിൽ ഇന്ന് പെട്ടെന്ന് ഷട്ടർ ആംഗിളിലേക്ക്, അത് ഷട്ടർ സ്പീഡ് വെഡിങ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അതായത് ഞാൻ ഉൾപ്പെടെ വെഡിങ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് വേറെ രീതിയാണ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെട്ടം കൂടുന്നു, ഷട്ടർ സ്പീഡ് കറക്റ്റ് ചെയ്യുന്നു, എടുക്കുന്നു. നമ്മൾ ഈ ആക്ച്വലി ഷട്ടർ സ്പീഡ്, അതായത് മോഷൻ ബ്ലറിന് ഇതാവണമെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് ആയാലും ഷട്ടർ ആംഗിൾ ആയാലും നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ മാറിക്കിരിക്കുന്നു കേട്ടോ ഫ്രെയിമിൽ നിന്ന്. അതായത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത്, എന്നെ നോക്കി ചിരിക്കുന്നതാവുമ്പോൾ കാണിക്കണം. അത് ആ ചിരിച്ചോണ്ടിരിക്കുന്ന ഓക്കെ തീർച്ചയായും ഈ ചിരിച്ചോണ്ടിരിക്കുന്നത് പുറത്ത് പോകും. അപ്പോൾ നമ്മൾ അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കറക്റ്റ് ആവും, പക്ഷേ മോഷൻ ബ്ലറുകൾ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോകും. അതായത് നമുക്ക് കിട്ടേണ്ട സിനിമാറ്റിക് ഫീൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് പരിഹരിക്കാനാണ് നമ്മൾ ND യൂസ് ചെയ്യാനുള്ളത്, നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഇടുന്ന ഫ്രെയിം റേറ്റിൻ്റെ ഡബിൾ കീപ്പ് ചെയ്യുക ഫോർ നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്ന ആ സിനിമാറ്റിക് മോഷൻ ബ്ലർ കിട്ടാൻ. പിന്നെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമുക്ക് മാറ്റാം, അത് ഞാൻ അനുവദിക്കുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷട്ടർ സ്പീഡ് കുട്ടിക്ക് കളിക്കാൻ പറ്റില്ല, ISOയും ഇല്ല. 2 ISO, ഒന്ന് 800, ഒന്ന് 12,800. മറ്റേതെന്ന് പറയുന്നത് ഷട്ടർ ആംഗിൾ 180 ഡിഗ്രി ഷട്ടർ ആംഗിൾ, അല്ലെങ്കിൽ 172 ഇത്ര. അതായത് ഇത് രണ്ടും ഫിക്സഡായി. നീ എങ്ങനെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും? എനിക്കതാണ് അറിയുന്നത്. അവിടെ വിളി, അതിൻ്റെ ഉത്തരം ചെയ്യാം. അതല്ല, അതായത് നമുക്ക് ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? 800 ISO. അതെ, അവിടെയാണ് നമ്മൾ ND യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ നമുക്ക് വെട്ടമില്ലെങ്കിലോ ലൈറ്റ് കൊടുക്കണം. മറ്റതുപോലെ നമുക്ക് ഇങ്ങോട്ട് മറ്റതുപോലെ നമുക്ക് എന്താ പറയാ, തോന്നിയ പോലെ നമുക്ക് ISO കയറ്റാൻ പറ്റൂല.
ISO കയറ്റാനില്ല. 2 ISO ഉള്ളൂ നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത്, ഈ ബോഡിക്കകത്ത്. അപ്പോൾ ലോഗിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ക്വിക്ക് ലോഗ്, ഇത് പുതിയ അപ്ഡേഷനിൽ വന്നതാണ്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ വരിക, താഴോട്ട് വരിക, ഇനി താഴെ വരിക, താഴെ വരിക, ഇവിടെ ഉണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും അതായത് ലോക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം ഓഫ് ആയിരിക്കും നമ്മളെ ഡിഫോൾട്ടായിട്ട് ക്യാമറയിൽ. ഇവിടെ വരിക, ഇവിടെ നിന്ന് സിനി EI എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ISO കാണിക്കും. വെയിറ്റ്, ഇവിടെ ഇങ്ങനെ ISO കാണിക്കും. അതായത് കാണിക്കുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കാണുക. 800 EI നമ്മുടെ എക്സ്പോഷർ വാല്യൂ അത് EI ആണ്, ഇൻഡെക്സ് ആണ്. പക്ഷേ ഈ ISO നമുക്ക് മാറും. ഇവൻ പറഞ്ഞല്ലോ ISO മാറൂല എന്ന്. പക്ഷേ ISO മാറുന്നുണ്ടല്ലോ എന്ന് തോന്നിയാൽ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം മാറുന്നതാണ്. ക്യാമറയിൽ റെക്കോർഡ് ആവുന്ന ഫൂട്ടേജിൽ മാറില്ല. ക്യാമറയിൽ റെക്കോർഡ് ആവുന്ന ഫൂട്ടേജിൽ മാറുന്നത് ഇത് കണ്ടോ, ബേസ് ISO എന്ന് എഴുതി കാണിച്ചിട്ട് കാണിക്കുന്നുണ്ടോ, 12800, 800. ഇതിലാണ് റെക്കോർഡിങ്ങിൽ ഇതാവുന്നത്. ക്യാമറമാന് റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമുക്ക് എഡിറ്ററിനെ അപ്പ് ചെയ്യാൻ പറ്റും, എത്രമാത്രം എഡിറ്റർ ഡൗൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ഈ സംഭവം. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്, ഇതൊരു ഫീച്ചറാണ്. ഓക്കെ, അതായത് നമ്മൾ ലെറ്റ് ഇടുന്നത് പോലെ, എന്ത് പ്രിവ്യൂ കാണാൻ വേണ്ടി ലെറ്റ് ഇടുന്നത് പോലെ മാത്രം, ഈ ഡിസ്പ്ലേക്ക് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റോപ്പ് അപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലൈറ്റ് എപ്പോഴും 2 സ്റ്റോപ്പ് കൂടുതൽ ഷൂട്ട് ചെയ്യണം. അതെന്തെന്ന് വെച്ചാൽ, ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രെയിൻസ് ആണ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടേക്ക് ഇരുട്ടാണ്, നിങ്ങൾ കാണുമ്പോൾ ഇവിടെ എല്ലാം ഇരുട്ട് ഏരിയ, ഈ ഇരുട്ടായിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ എഡിറ്റിങ്ങിൽ നമുക്ക് തോന്നി അതൊന്ന് അപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴേ ലൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഗ്രെയിൻസ് ആഡ് ചെയ്ത് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൂട്ടേജിൽ എന്ത് പറ്റും, ഗ്രെയിനി ആയിട്ടുള്ള ഫൂട്ടേജിലോട്ട് പോകും. നമ്മളെ മൂഡ് അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് വെഡിങ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുക, ഗ്രെയിനി ഫീൽ അല്ല, അതായത് ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു ടെൻഷനിലൊക്കെയാണ് നമുക്ക് ഗ്രെയിൻസ് കൂടുതൽ വേണ്ടത്. അപ്പം ഇത് അല്ലു അർജുൻ്റെ സിനിമ പോലെ ഇരിക്കും, മിഠായി പോലെ ഇരിക്കും. അല്ലു അർജുൻ്റെ പുഷ്പയല്ല, അതിൽ മുമ്പുള്ള വൈകുണ്ഠപുരം വരെയുള്ള സിനിമകൾ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്റ്റോപ്പ് അപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യണം. 2 സ്റ്റോപ്പ് അപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചുമച്ചാൽ നശിപ്പിക്കുകയുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വലിച്ചെറിയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ 2 സ്റ്റോപ്പ് അപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എക്സ്പോഷറിൽ ഞാൻ കുറച്ച് അധികം എനിക്ക് ലൈറ്റ് കിട്ടിയ പോലെ തോന്നും. പക്ഷെ എഡിറ്റിംഗ് ടേബിളിൽ വന്നിട്ട് ആ 2 സ്റ്റോപ്പ് അണ്ടർ ആകും. അപ്പോൾ എന്ത് പറ്റും, അവിടുത്തെ വെട്ടം അണ്ടർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രെയിൻസ് അടങ്ങിയാണ് ചെയ്യുന്നത്, മറ്റ് ഗ്രെയിൻസ് നമ്മുടെ ഫ്രെയിമിലേക്ക് വിളിച്ചു വരും. അതാണ് ലോ ഷൂട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം. ബാക്കി ഓൾ ദ ബെസ്റ്റ്. അതെ, കൈവിട്, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഫുട്ടേജ് കാണണം ഷൂട്ട് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് സിനിമാറ്റോഗ്രാഫി. ഓക്കെ.